ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ് കേട്ടോ. തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കണം. ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം നമ്മുടെയൊക്കെ മോസ്റ്റ് അവൈറ്റഡ് മൊമെൻറ്റ് അല്ലേ, നമ്മുടെ ലാലേട്ടൻ്റെ ദൃശ്യം റിലീസായിരിക്കുകയാണ്, ദൃശ്യം 3 അല്ലേ. അപ്പം നമ്മൾ പതിവ് പോലെ തന്നെ ഗലേരിയ മാളിൽ തന്നെയാണ് കേട്ടോ പോകുന്നത് ദൃശ്യം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ മോസ്റ്റ് എക്സൈറ്റഡ് ആയിട്ടുള്ള മൂവിനായിട്ട് നിങ്ങളും ഞങ്ങളുടെ കൂടെ കൂടുന്നോ? വരൂ. ഓൾറെഡി ഞങ്ങൾ ലേറ്റാണ് കേട്ടോ. 9 PM മൂവിക്ക് ഞങ്ങൾ എത്തിയത് തന്നെ 8:50 ഒക്കെ ആയി. അത് പോരാഞ്ഞിട്ട് രണ്ടുപേരും ഇവിടെ സ്റ്റക്കായിപ്പോയി. പിന്നെ അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് തിയേറ്ററിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റിയത് കേട്ടോ. എന്താ വേണ്ട അനുവിന്? ഇല്ല. അപ്പം ഇനി എന്ത് ചെയ്യാനും? ഇതാ കുഞ്ഞുമാമ പിന്നെയും തോളത്ത് കയറി. Reuniting with your favorite toys for another heartwarming adventure in Toy Story 5. Flying beyond. സൂപ്പർ മൂവിയാണ് കേട്ടോ. ഇന്റർവ്യൂലായി ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല. നമ്മളെ ഭയങ്കര മുൻനിരയിൽ നിർത്തിയിട്ടാണ് കേട്ടോ ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്തത്. നമ്മളെ വെയിറ്റിംഗ് ആണ്. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപാട് നല്ലതാണ് കേട്ടോ. ഈ സെക്കൻഡ് ഹാഫും കൂടെ കാണട്ടെ, എന്നിട്ട് അഭിപ്രായം പറയാം. ഉടുപ്പിലാവട്ടെ. Screen X redefines the cinematic experience by naturally filling your peripheral vision. ഇഷ്ടപ്പെട്ടോ? അനുവിന് ലാസ്റ്റ് കുറച്ച് സങ്കടമായിപ്പോയി. അതാണ് അവള് പേടിയായി അല്ലേ. ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും നല്ല മഴ കേട്ടോ. ബാംഗ്ലൂരൊക്കെ നല്ല ഹൗസ്ഫുള്ളാണ്. എല്ലാ ഷോയിലും ഫുള്ളായിട്ടുണ്ട്. 2-3 ദിവസം തന്നെ ബുക്ക് കൊണ്ട് നമുക്ക് കിട്ടിയതാണ്. കണ്ടിന്യൂസ് കണ്ണടയ്ക്കാണ്ട് മുഴുവൻ ഇരുന്ന് കാണാൻ തരത്തിലുള്ളൊരു പടം. നല്ലൊരു ജിത്തു ജോസഫ്, ലാലേട്ടൻ മാജിക്. ദൃശ്യം 3 കണ്ടിറങ്ങി കേട്ടോ ഞങ്ങള്. ഒരു രക്ഷയില്ലാത്ത പടം. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. നമ്മളെ ആ ഇന്റർവെൽ ടൈമിൽ നമ്മളെങ്ങനെ ഒരു എന്താ പറയാ ക്യൂരിയോസിറ്റി, നമ്മളിങ്ങനെ മുൾമുനയിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് ഇന്റർവെൽ കൊണ്ടുവന്ന് നിർത്തുന്നത്. ഇത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് എങ്ങനെ എന്താ പറയണ്ടെന്ന് അറിയില്ല. നമ്മള് കണ്ണെടുക്കാതെ നോക്കിയിരിക്കാന്ന് പറയില്ല സ്ക്രീനിലേക്ക്, ആ അവസ്ഥയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല. ഹാറ്റ്സ് ഓഫ് ടു ജിത്തു ജോസഫ്. പിന്നെ നമ്മുടെ ലാലേട്ടനെ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്താണെങ്കിലും ലാലേട്ടന്റെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾക്ക് കിട്ടിയൊരു വിഷ്വൽ ട്രീറ്റ് ആണ് കേട്ടോ ഇത്. ഞങ്ങള് ഫുൾ ഫാമിലി ലാലേട്ടന്റെ ഫാൻസ് ആണ്. ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ് കേട്ടോ. തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കണം. അനു ആ മൂവിയുടെ ക്ലൈമാക്സ് ഒക്കെ ഉണ്ട്. ക്ലൈമാക്സ് സഹിക്കാൻ പറ്റില്ല കേട്ടോ. അത് നിങ്ങൾ പോയി തന്നെ കാണണം. പ്രത്യേകിച്ച് പാരന്റ്സിനൊക്കെ കുറച്ച് സമയത്തേക്ക് നമ്മൾ വല്ലാതെ ഇമോഷണൽ ആയിപ്പോ. അനുവൊക്കെ അത് കണ്ട് പേടിച്ചു പോയി. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കൂ. എന്താണെങ്കിലും ഒരു മിനിമം ഒരു 100 crores ആണ് അല്ലേ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയും ജിത്തു ജോസഫ് ലാലേട്ടൻ കൂട്ടുകെട്ടില് ഒരുപാട് മൂവീസ് ഇറങ്ങട്ടെ. അടുത്ത പാട്ടിനുള്ള ത്രെഡും കൂടെ ഈ മൂവിയിലുണ്ട്. ജോർജ് കുട്ടിയായിട്ട് ലാലേട്ടനെ കണ്ട് ഞങ്ങൾക്ക് മതിയായിട്ടില്ല കേട്ടോ. ദൃശ്യം റിലീസായ സെയിം ഡേറ്റിനാണ് കേട്ടോ ഞങ്ങൾ പോയി കണ്ടത്. എനിക്ക് മോർണിംഗ് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് പറ്റിയില്ല. അപ്പോൾ ഫസ്റ്റ് ഷോക്ക് പോകണമെന്നുണ്ടായിരുന്നു, പറ്റിയില്ല കേട്ടോ. 12 o'clock മുന്നേ ആയിട്ട് ഈ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ മൂവി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും 12 o'clock കഴിഞ്ഞു. ബർത്ത്ഡേ കഴിഞ്ഞല്ലോ ലാലേട്ടൻ്റെ അല്ലേ, 21st ബർത്ത്ഡേ. അപ്പോൾ 12 o'clock മുന്നേ എനിക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു, നടന്നില്ല. അപ്പൊ എന്താണെങ്കിലും ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് ലാലേട്ട. അപ്പൊ എന്തായാലും ബർത്ത്ഡേ ആയിട്ട് പ്രേക്ഷകർക്ക് കൊടുത്ത ഗിഫ്റ്റ് നന്നായിട്ടുണ്ട്. സോ ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട.